മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഗുരുവായൂർ, തൃപ്രയാർ, ശ്രീരാമസ്വാമി ക്ഷേത്രദർശനങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വഴിമാറുന്നു. ദർശനത്തിനിടെ സുരക്ഷാ ചട്ടലംഘനവും ആചാരലംഘനവും നടന്നതായാണ് പ്രധാന ആരോപണം. ഹൈക്കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തി മുഖ്യമന്ത്രിയും അനുയായികളും വി.ഐ.പി. ദർശനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നിയമനടപടികളിലേക്ക് നീങ്ങാനാണ് ബിജെപിയുടെ നീക്കം. ബിജെപിയുടെ പരാതിയിലെ ആരോപണങ്ങൾ: മന്ത്രി അനിൽകുമാറിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുഖ്യമന്ത്രി ഗുരുവായൂരിലെത്തിയത്. ഞായറാഴ്ചകളിൽ തിരക്ക് പ്രമാണിച്ച് രാവിലെ 6 മണിക്ക് ശേഷവും ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപും പ്രത്യേക വി.ഐ.പി. ദർശനങ്ങൾ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്നാണ് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. നെയ്വിളക്ക് രസീത് പോലുമെടുക്കാതെ രാവിലെ 7 മുതൽ 9 വരെയുള്ള സമയത്ത് മുഖ്യമന്ത്രിയും സംഘവും ദർശനം നടത്തിയെന്നും ഈ സമയം ഹൈബി ഈഡൻ എം.പി. അടക്കമുള്ളവർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കാരണം മണിക്കൂറുകളോളം വരിനിന്ന സാധാരണക്കാരായ ഭക്തർക്ക് ദർശനം നടത്താനാകാതെ മടങ്ങേണ്ടി വന്നതായും ബിജെപി ആരോപിക്കുന്നുണ്ട്. ഗുരുവായൂരിന് തൊട്ടുപിന്നാലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും സമാനമായ വിവാദമുയർന്നു. മുഖ്യമന്ത്രി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ പാർട്ടി അണികൾ കോൺഗ്രസ് കൊടികളുമായി ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് ഇരച്ചുകയറി മുദ്രാവാക്യം വിളിച്ചെന്നാണ് ആരോപണം. കൂടാതെ ഫോട്ടോഗ്രഫി നിരോധിച്ചിട്ടുള്ള 4 അമ്പലത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ചിത്രം ക്യാമറകളിൽ പകർത്തിയതിനെതിരെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ഭക്തർ പ്രതിഷേധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം കള്ളക്കഥകളാണെന്ന് പറഞ്ഞ് പൂർണ്ണമായി തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. താൻ ദർശനം നടത്തുമ്പോൾ മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായാകും ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ വെറും 4 പേർ മാത്രം ക്ഷേത്രത്തിൽ പോകുന്നത്. അതിലൊരാൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും മറ്റൊരാൾ ഗൺമാനുമായിരുന്നു. 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് താൻ അകത്ത് കയറിയത്. ശീവേലി നടക്കുന്ന സമയത്ത് ഉപദേവതകളെ ദർശിക്കാൻ പോയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഭക്തരെ തടയാൻ ശ്രമിച്ചെങ്കിലും താനത് വിലക്കുകയാണ് ചെയ്തത്. തന്റെ ദർശനം കാരണം ഒരാൾക്കുപോലും തടസ്സമുണ്ടായിട്ടില്ലെന്നും വിവാദമാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കൃത്യമായി ടിക്കറ്റ് എടുത്ത് ദർശനം നടത്തിയതെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഈ ഗുരുവായൂര് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം, 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാൻ വന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഇതൊക്കെ എഡാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്ന് ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ അമ്പലത്തിൽ പോരുന്നു കൂടി പറയരുത് ദയവ് ചെയ്ത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ വിവാദങ്ങൾ അടങ്ങുമോ അതോ ബിജെപി കോടതിയെ സമീപിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.